പാകിസ്ഥാൻ സാമ്പത്തികമായി അടിതെറ്റി നിൽക്കുമ്പോഴാകട്ടെ കൂടുതൽ തിരിച്ചടികൾ നൽകുന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. കൂടുതൽ കടങ്ങളിലേക്ക് പാകിസ്ഥാൻ കൂപ്പുകുത്തുകയാണ്. പാകിസ്ഥാന്റെ വിമാനങ്ങൾ ദീർഘകാലം അവിടെ നിർത്തിയിട്ടതിനെ തുടർന്നുകൊണ്ട് ഏകദേശം 2200 കോടി പാകിസ്ഥാൻ രൂപയുടെ നഷ്ടമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് അന്വേഷണ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് കോർപ്പറേഷനാണ് ഈ ഒരു തിരിച്ചടി ലഭിച്ചിരിക്കുന്നത്. ഇതിനു മുൻപും പാകിസ്ഥാൻ കടബാധ്യതയെ തുടർന്നുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇന്റർനാഷണൽ എയർലൈൻസ് വിൽക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതിനിടയിലാണ് വീണ്ടും ഇത്തരത്തിൽ കൂടുതലധികം നാശനഷ്ടങ്ങൾ ഇവർക്ക് സംഭവിക്കുന്നു എന്ന വാർത്തകൾ സ്ഥിരീകരിക്കുന്നത്. എന്നാൽ കടം തീർക്കാൻ ഇനി പാകിസ്ഥാൻ IMFന്റെ സഹായം തേടാൻ കഴിയില്ല എന്നത് ഒരു വസ്തുതയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് പാകിസ്ഥാൻ തങ്ങൾക്ക് ഇനി മുതൽ IMFന്റെ സഹായം ആവശ്യമില്ല, തങ്ങൾ ആയുധ കരാറിൽ വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ ആയുധം നിർമ്മിക്കുന്നതിൽ വലിയ രീതിയിൽ ശോഭിച്ചിരിക്കുന്നു, ആയതിനാൽ തന്നെ അത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് തങ്ങൾ കടം തീർക്കുമെന്ന് പാകിസ്ഥാൻ പ്രഖ്യാപനം നടത്തിയത്. ഇതോടുകൂടി തന്നെ ഇവർ കാണിച്ചത് മറ്റൊരു മണ്ടത്തരമാണ് എന്ന അഭിപ്രായവും പുറത്തു വരുന്നുണ്ട്. അതേസമയം അറ്റകുറ്റപ്പണിക്കായി തന്നെ 44 മുതൽ 239 ദിവസം വരെയാണ് വിമാനങ്ങൾ പറക്കാതെ തന്നെ അവിടെ നിർത്തിയിട്ടിരുന്നത്. ഓർഡിനർ ജനറലിന്റെ റിപ്പോർട്ടുകൾ അനുസരിച്ചുകൊണ്ടാണ് ഈ ഒരു അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഒരു വിമാനം 652 ദിവസം വരെ പറക്കാതിരുന്നതായും അത് കണ്ടെത്തിയിരിക്കുകയാണ്. കടബാധ്യതയെ തുടർന്നുകൊണ്ട് പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് വിൽക്കാൻ ഒരുങ്ങുന്നുവെന്ന വാർത്തകൾക്കിടയിലാണ് പുതിയ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. മറ്റ് രാജ്യങ്ങൾക്ക് നൽകേണ്ട വായ്പയ്ക്ക് പകരമായി തന്നെ JF-17 പോർ വിമാനങ്ങൾ വിൽക്കുവാനും പാകിസ്ഥാൻ പദ്ധതിയിടുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. കമ്പനി അധികൃതരുടെ അനാസ്ഥയാണ് വിമാനങ്ങൾ ഇത്രയും ദിവസം നിർത്തിയിടേണ്ടി വന്നതെന്നതാണ് കണ്ടെത്തൽ. ഇതുമൂലം 2182 കോടി പാകിസ്ഥാൻ രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. കാലപ്പഴക്കം ചെന്ന വിമാനങ്ങളുടെ ഭാഗങ്ങൾ ശരിയായ രീതിയിൽ പൊളിച്ചു മാറ്റിയത് മൂലം 860 കോടിയുടെ നഷ്ടം നേരിട്ടു. ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ നിർദ്ദേശം നടപ്പാക്കാത്തത് മറ്റൊരു 261 കോടിയും നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. വായ്പാ തിരിച്ചടവിലെ ക്രമക്കേടുകൾ 166.9 കോടിയും നഷ്ടമുണ്ടാക്കി. വിമാനങ്ങളുടെ സ്പെയർ പാർട്സുകൾ വാങ്ങുന്നതിനായി തന്നെ 11.2 കോടിയുടെ നഷ്ടമുണ്ടായതായും ഈ റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ അവിടെ കോവിഡ് പ്രതിസന്ധി കാരണമാണ് വിമാനങ്ങൾ ഇത്രയും ദിവസം നിർത്തിയിടേണ്ടി വന്നതെന്നാണ് എയർലൈൻസ് അധികൃതരുടെ വിശദീകരണം. അതിനിടെയാണ് ഇപ്പോൾ വായ്പ തിരിച്ചടയ്ക്കാൻ പുതിയ വഴികൾ തേടിക്കൊണ്ട് പാകിസ്ഥാൻ വലിയ രീതിയിൽ അലഞ്ഞു തിരിയുന്നതായി തന്നെ മറ്റൊരു വിശദീകരണമായി അല്ലെങ്കിൽ വിലയിരുത്തലായി പുറത്തു വരുന്നത്. വായ്പ നേരിട്ട് അടയ്ക്കുന്നതിന് പകരമായി തന്നെ പോർ വിമാനങ്ങൾക്കും പാക് സേനയുടെ ബിസിനസ്സുകളിലെ ഓഹരി പങ്കാളിത്തവുമാണ് പാകിസ്ഥാൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പോംവഴിയായി പറയുന്നത്. $2 ബില്യൺ വായ്പയ്ക്ക് പകരം തന്നെ JF-17 പോർ വിമാനം നൽകാമെന്നാണ് ഇപ്പോൾ സൗദി അറേബ്യയോട് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൂടാതെ തന്നെ പാക് സേനയുടെ കീഴിലുള്ള ഫൗജി ഫൗണ്ടേഷനിൽ $1 ബില്യൺ തുല്യമായ ഓഹരി പങ്കാളിത്തം നൽകാമെന്ന് UAEയോടും പാകിസ്ഥാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചൈനയുമായി ചേർന്നുകൊണ്ട് നിർമ്മിച്ച JF-17 പോർ വിമാനങ്ങൾ ബംഗ്ലാദേശ്, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് വിൽക്കാൻ പാകിസ്ഥാൻ ശ്രമങ്ങൾ നടത്തുന്നതായും ഇവിടെ സൂചിപ്പിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.